ആ കൊച്ചിനെ വധിക്കാൻ വാറണ്ട് വന്നതിൻ്റെ തലേദിവസം സാർ എന്നോട് പറഞ്ഞു ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറാവാൻ. സാബ് താൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കാർഡ് തനിക്ക് കിട്ടിക്കാണില്ല എന്ന് ഞാൻ വിചാരിച്ചു. എനിവേ ഐ എം ഹാപ്പി ദാറ്റ് യു കം. പ്ലീസ് പ്ലീസ് ടേക്ക് യുവർ. സോറി സർ, റിട്ടയർമെൻറ്റിന് മുമ്പ് അത്യാവശ്യമായി തീർക്കേണ്ട ചില വർക്കുകളുടെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ യാത്ര തന്നെ ഇന്നലെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. എടോ, തനിക്കറിയാമല്ലോ, തിരക്കുകൾ എനിക്കൊരു ലഹരിയായിരുന്നു, തന്നെക്കാളേറെ. പക്ഷെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് ഒട്ടും തിരക്കില്ലാത്തൊരു കാലം എന്നെ കാത്തിരിപ്പുണ്ടെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. അപകടം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് പോലും ഞാനൊരു സ്ട്രേഞ്ചറായിരുന്നു. വിജയിച്ച മനുഷ്യനാണെന്ന് ആ വേദനകൾക്കിടയിലും ഞാൻ അഹങ്കരിച്ചു. ഓഫ് കോഴ്സ് ഐ വാസ് എ വിന്നർ. എത്ര യുദ്ധങ്ങൾ ജയിച്ചു, എത്ര ശത്രുക്കളെ തോൽപ്പിച്ചു. ബട്ട് ഇപ്പോൾ ഈ മുറിയിൽ എനിക്ക് ഉറക്കം വരില്ല. നിസ്സഹായരായി കാൽക്കൽ വീണ് കേണപേക്ഷിച്ച മനുഷ്യരുടെ ചങ്കിലേക്ക് തൊടുത്ത വെടിയുച്ചകൾ മുഴങ്ങുന്നുണ്ട് ഈ മുറിയിൽ. എടോ, മരണത്തിൻ്റെ മണമുള്ള വിജയങ്ങളൊന്നും വിജയമല്ലടോ. യുദ്ധങ്ങൾ ജയിക്കുമ്പോൾ മനുഷ്യൻ തോൽക്കുകയാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയുടെ ഒരു ഫ്രെയിം പോലും എനിക്കോർക്കാനില്ലടോ. ഒരുറുമ്പിനെ പോലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനാവാത്ത ഒരു പാഴ്ജന്മമാണ് ഞാൻ. നിനക്കോർമ്മയില്ലേ ആ പഴയ പാട്ട്? Sometimes I feel like I'm almost gone. Sometimes I feel like I'm almost gone. Sometimes I feel like a motherless child.
thank you all for gathering here for our Major Saab's retirement party. And it's time for dinner. Everybody enjoy. One more. What's up? Major Saab. സർ ആരാച്ചാർ വന്നിട്ടുണ്ട്. തയ്യാറാണോ? ഓ തയ്യാറാണ് സാർ. വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യൂ. ഇയാളുടെ കൂടെ പോ. ഓക്കെ സർ.